ഹായ് ഡിയേഴ്സ്. കേരളത്തിൻ്റെ ഹൃദയമായ തിരുവനന്തപുരത്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രവും ദിവ്യമായ ഐതിഹ്യങ്ങളും നെഞ്ചിലേറ്റി നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം സമ്പത്തിൽ മാത്രമല്ല, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിൻ്റെയും സംഗമമാണ് ഈ പുണ്യസ്ഥലം. ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവാണ്. ആദിശേഷൻ്റെ മുകളിൽ അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അനന്തപത്മനാഭൻ എന്ന പേരിൽ ഈ ക്ഷേത്രം പ്രശസ്തമായത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അതീവ കൗതുകകരമാണ്. ഒരിക്കൽ മഹാഭക്തനായ വില്വമംഗലം സ്വാമിയാർ തപസ്സിലിരിക്കുമ്പോൾ ഒരു ദിവ്യബാലൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബാലൻ്റെ വികൃതികൾ കാരണം സ്വാമിയാർ കോപിച്ചു. ഉടൻ തന്നെ ബാലൻ പറഞ്ഞു, "എന്നെ വീണ്ടും കാണണമെങ്കിൽ അനന്തംകാട്ടിൽ വരിക." ബാലനെ അന്വേഷിച്ച് സ്വാമിയാർ കാടുകളിലൂടെ സഞ്ചരിച്ചു. ഒടുവിൽ ഒരു ഇലുപ്പ് മരത്തിൻ്റെ സമീപത്ത് ബാലനെ കണ്ടു. ബാലൻ ആ മരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആ മരം തകർന്നു വീഴുകയും അവിടെ നിന്ന് ആകാശത്തോളം ഉയരമുള്ള മഹാവിഷ്ണുവിൻ്റെ അനന്തശയന രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ ദിവ്യരൂപം കണ്ട് സ്വാമിയാർ ഭയഭക്തിയോടെ പ്രാർത്ഥിച്ചു, "പ്രഭോ, ഈ രൂപത്തിൽ അങ്ങയെ ദർശിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഭക്തർക്ക് ദർശിക്കാവുന്ന രൂപത്തിൽ അനുഗ്രഹിക്കണമേ." ഭക്തൻ്റെ അപേക്ഷ മാനിച്ച് ഭഗവാൻ തൻ്റെ രൂപം ചെറുതാക്കി ഇന്നുള്ള പ്രതിഷ്ഠയുടെ വലിപ്പത്തിൽ നിലകൊണ്ടുവെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാനെ ഒരൊറ്റ വാതിലിലൂടെ പൂർണ്ണമായി കാണാൻ കഴിയില്ല എന്നതാണ്. 3 വാതിലുകളിലൂടെയാണ് ദർശനം. ആദ്യ വാതിലിലൂടെ തിരുമുഖവും കൈയും, രണ്ടാമത്തെ വാതിലിലൂടെ നാഭിയിൽ നിന്ന് വിരിഞ്ഞ താമരയും അതിലിരിക്കുന്ന ബ്രഹ്മാവിനെയും, മൂന്നാമത്തെ വാതിലിലൂടെ തിരുവടികളെയുമാണ് ദർശിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ 7 ഗോപുരം ദ്രാവിഡ വാസ്തുവിദ്യയുടെ മനോഹര മാതൃകയാണ്. മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളും പുരാതന ശില്പികളുടെ അതുല്യമായ കഴിവ് വിളിച്ചോതുന്നു. ഈ ക്ഷേത്രത്തിന് തിരുവിതാംകൂർ രാജകുടുംബവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. രാജാവ് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചതായി ചരിത്രം പറയുന്നു. അതിനുശേഷം രാജാക്കന്മാർ സ്വയം ശ്രീ പത്മനാഭദാസൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ക്ഷേത്രത്തിലെ നിലവറകൾ ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടിയവയാണ്. അവയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം, രത്നങ്ങൾ, പുരാതന ആഭരണങ്ങൾ, അമൂല്യമായ കലാവസ്തുക്കൾ എന്നിവ ഈ ക്ഷേത്രത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിലൊന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നും ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നു. ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് ഭഗവാനെ ദർശിക്കാൻ ഇവിടെ എത്തുന്നത്. തിരുവനന്തപുരം സന്ദർശിക്കുന്നവർ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ ദിവ്യക്ഷേത്രം സന്ദർശിക്കണം. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും മനസ്സിന് സമാധാനവും ആത്മീയമായ അനുഭവവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർ ക്ഷേത്രാചാരങ്ങൾ പാലിച്ചിട്ടുള്ള വേഷം ധരിക്കണം. പുരുഷന്മാർ മുണ്ട് അല്ലെങ്കിൽ ധോത്തി ധരിക്കണം. സ്ത്രീകൾ സാരി, സെറ്റുമുണ്ട് അല്ലെങ്കിൽ മാന്യമായ പാരമ്പര്യ വസ്ത്രങ്ങൾ ധരിക്കാം. ക്ഷേത്ര ദർശന സമയം സാധാരണയായി രാവിലെ 3:30 മുതൽ 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ്. പ്രത്യേക ദിവസങ്ങളിൽ സമയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം സന്ദർശിക്കുന്നവർ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ ദിവ്യക്ഷേത്രം സന്ദർശിക്കണം. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും മനസ്സിന് സമാധാനവും ആത്മീയമായ അനുഭവവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കൂടുതൽ വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.